ഹായ് മക്കളെ, ഈ വരുന്ന വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14-ാം തീയതി നിങ്ങൾക്ക് എന്താണ് പരിപാടി? അന്ന് എനിക്ക് ചില പരിപാടി ഉണ്ട്, അല്ല നമുക്ക് ചില പരിപാടി ഉണ്ട്. അതെന്താണെന്നല്ലേ, നിങ്ങൾക്കറിയാം അടുത്ത ആഴ്ച അഥവാ ഫെബ്രുവരി 16-ന് നിങ്ങളുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അല്ലേ. അപ്പോൾ അതിന് മുൻപ് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു ചെറിയ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഒരു 10 ഡേയ്സിൻ്റെ ഒരു കിഡിലോസ്കി സ്റ്റഡി പ്ലാൻ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫൈനൽ എക്സാം അടുത്ത മാസം 3-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതിനു മുൻപ് നിങ്ങൾക്ക് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയ, നിങ്ങളൊന്ന് സ്കെയിൽ ചെയ്യാനും മെഷർ ചെയ്യാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആണ് ഈ മോഡൽ എക്സാം. ഇത് നിങ്ങൾ അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫൈനൽ എക്സാമിലേക്ക് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉറപ്പായിട്ടും ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ചെറുതായിട്ടെങ്കിലും ഒന്ന് മോഡൽ എക്സാമിന് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ചില കുട്ടികൾ ഓൾറെഡി അവരുടെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത കുട്ടികളുണ്ടാകും. ചില ആൾക്കാർ ഇതുവരെ ആയിട്ടും പഠിച്ച് തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. ഈവൻ ഒരു ചാപ്റ്റർ പോലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ മോഡൽ എക്സാമിൽ ഒരു ചെറിയൊരു പയറ്റ് എന്ത് ചെയ്യാം, പയറ്റ് നോക്കാം. ജസ്റ്റ് ഒരാഴ്ച അഥവാ ഒരു 8 ദിവസമല്ലേ നമ്മുടെ എക്സാമിലേക്കുള്ളൂ. സോ നമുക്ക് എങ്ങനെയാണ് ഇത് പഠിക്കാൻ നോക്കാം. ഇന്ന് കൃത്യം അല്ലേ ഫെബ്രുവരി 10-ാം തീയതി ഇന്ന് 7 മണിക്ക് നമ്മുടെ കാറ്റലിസ്റ്റിൻ്റെ +2 ചാനലിൽ ഞാൻ വരുന്നുണ്ട്. അക്കൗണ്ടൻസിയുടെ ഒരു കിടിലൻ ലൈവായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോഡൽ എക്സാമിന് മുന്നേ നിങ്ങളെ ഒന്ന് ഇതിൻ്റെ പോർഷൻസ് ഒന്ന് മോട്ടീവ് ആക്കാനും അതുപോലെ തന്നെ ആ പോർഷൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്കൊരു ബേസ് കിട്ടും. ഈ ബേസോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യും, ഫൈനൽ എക്സാം മോഡൽ എക്സാമിൻ്റെ തലേ ദിവസവും വീണ്ടും ഞാൻ തന്നെ വരുന്നുണ്ട് അക്കൗണ്ടൻസിക്ക്. ഈ അക്കൗണ്ടൻസിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് കൊടുക്കുന്നുണ്ട്. ഇന്ന് അക്കൗണ്ടൻസി വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ അഥവാ ഫെബ്രുവരി 11-ാം തീയതി ബിസിനസ് സ്റ്റഡീസിന് ലൈവായിട്ട് ഫബിഷ മിസ് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഡേ 12-ാം തീയതി എക്കണോമിക്സിന് ലൈവായിട്ട് ഷിഫ മിസ് വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങളെല്ലാവരും വേണമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ലൈവ് നമ്മൾ തരുന്നുണ്ട്. നെക്സ്റ്റ് ഡേ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ വരുന്നുണ്ട്. ആ സാറ്റർഡേയും സൺഡേയും ലൈവ് തന്ന് മൺഡേ മാത്സിൻ്റെ എക്സാമാണ്. സോ മൺഡേ നമ്മൾ നോക്കണം, വളരെ കുറഞ്ഞ കുട്ടികൾക്ക് മാത്സിൻ്റെ എക്സാംസ് ഉള്ളൂ, കാരണം നമ്മൾ ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. പക്ഷേ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ മാത്രമാണ് നമ്മൾ ലൈവ് കൊടുക്കുന്നത്. ദെൻ നമ്മുടെ കോർ സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് ഫെബ്രുവരി 17-ന് എക്കണോമിക്സ് ആണ് അല്ലേ. സോ ഫെബ്രുവരി 17 അല്ല 18-ാം തീയതി. സോ 18-ൻ്റെ തലേ ദിവസം 17-ാം തീയതി കൃത്യം 7 മണിക്ക് നമ്മളൊരു ഫൈനൽ ലൈവ്, അഥവാ നിങ്ങൾ ഓൾറെഡി ഒരു തവണ ലൈവ് കണ്ടൊന്ന് എൻഗേജ്ഡ് ആയിട്ടുണ്ട് സബ്ജക്ട്സുമായിട്ട്. സോ അതിലെ ഏറ്റവും എക്സാമിന് ചോദിക്കാൻ മോസ്റ്റ് സാധ്യതയുള്ള വളരെ കലക്കി കൊടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ മിസ് എന്ത് ചെയ്യും, എക്സാമിൻ്റെ തലേ ദിവസം രാത്രി 7 മണിക്ക് ലൈവിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഡേ ഉള്ള അക്കൗണ്ടൻസി കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ എക്സാമിൻ്റെ ലൈവിന് എന്ത് ചെയ്യും, ഞാനും അതുപോലെ തന്നെ നമ്മൾ ഫുഹാദ് സാർ വരുന്നുണ്ട്. സോ എല്ലാ ദിവസവും ഇന്നു മുതൽ നമ്മുടെ ചാനൽ വളരെയധികം എൻഗേജ്ഡ് ആയിരിക്കും. വീഡിയോസ് മാത്രമല്ല ലൈവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആകെ ഒരു കാര്യം ചെയ്താൽ മതി, ഇന്ന് നടക്കാൻ പോകുന്ന ലൈവിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവിലേക്ക് എത്തുക. നമ്മുടെ ചാനൽ നല്ല ആക്റ്റീവാക്കി മാറ്റുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മോഡൽ എക്സാമോട് കൂടി നല്ല രീതിയിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യാം, നല്ല മാർക്ക് സ്കോർ ചെയ്ത് നല്ല കോൺഫിഡൻസോട് കൂടി നമ്മുടെ ഫൈനൽ എക്സാമിലേക്ക് കിഡിലോസ്ക്കായി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. മക്കളെ, ഓൾ ദ വെരി ബെസ്റ്റ്.